ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ദൈവത്തെ പാടി പുകഴ്ത്തുന്ന ഒരുപിടി നല്ല ഗാനങ്ങളുമായി നമ്മുടെ ഹോളി ബീറ്റ്സിന്റെ കൂട്ടുകാരെല്ലാം ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. നിങ്ങൾ ഏവരെയും വളരെ സ്നേഹത്തോടെ ഹോളി ബീറ്റ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഹോളി ബീറ്റ്സിന്റെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ആദ്യമായി ഗാനം ആലപിക്കാൻ എത്തുന്നത് ഈതനാണ്. ഈതനെ ഏറെ സ്നേഹത്തോടെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഹലോ ഈതൻ. ഹലോ. ഈതനിപ്പോ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5ാം ക്ലാസ്സിൽ. 5ാം ക്ലാസ്സിലാണോ? ഈതൻ എവിടുന്നാ വരുന്നേ? ബാംഗ്ലൂർ. ബാംഗ്ലൂർ. ഹോളി ബീറ്റ്സിൽ ആദ്യമായിട്ടാണോ പാടുന്നത്? ഇല്ല, 8ാമത്തെ പ്രാവശ്യം. ആദ്യ തവണ ഏത് പാട്ടായിരുന്നു പാടിയത്? കർത്താവിൽ സന്തോഷം. ആ, നല്ല പാട്ടായിരുന്നല്ലോ. ഉം. ഇത്തവണ ഏതാ പാടാൻ പോകുന്നേ? യാഹേ. യാഹേ, അതും വളരെ മനോഹരമായ ഗാനമാണ്. പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടില്ലേ? എല്ലാം പ്രാക്ടീസ് ചെയ്തു. കോൺഫിഡന്റ് അല്ലേ? ആ. അപ്പൊ ഏതൻ, ഓൾ ദി ബെസ്റ്റ്. ദൈവസ്നേഹത്തെ കുറിച്ച് വർണ്ണിക്കുന്ന ഈ കൊച്ചുമിടുക്കന്റെ പാട്ട് നമുക്ക് ഏവർക്കും ശ്രവിക്കാം. ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല, എൻ ഭാ
അടുത്തതായി നമ്മുടെ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്ന ഒരു മനോഹര ഗാനവുമായി ഒരു ട്രയോ പെർഫോമൻസുമായി നമ്മുടെ കൂട്ടുകാർ ഇവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട്. നമുക്കവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഹായ്. ഹായ്. നിങ്ങൾ ഏത് പാട്ടാണ് ഇന്നിവിടെ പാടാൻ പോകുന്നത്? കരയുന്ന മിഴികളിൽ. കരയുന്ന മിഴികൾ നമ്മൾ എല്ലാവരും ഒരുപാട് കേട്ടിട്ടുള്ള മനസ്സലിയിക്കുന്ന ഒരു ഗാനമാണല്ലേ ഇത്? അതെ. അപ്പം നിങ്ങളെല്ലാവരും വളരെ മനോഹരമായി പാടുക. അപ്പം ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമ്മുടെ എല്ലാവരുടെയും മനസ്സലിയിപ്പിക്കുന്ന മനോഹരമായ ഒരു ഗാനവുമായിട്ടാണ് നമ്മുടെ കൂട്ടുകാരോട് എത്തിയിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ആ ഗാനം ആസ്വദിക്കാം. മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? നീറുന്ന ഹൃദയത്തിൽ സാന്ത്വനമേകുവാൻ ആശ്വാസദായക വരുമോ? നീറുന്ന ഹൃദയത്തിൽ സാന്ത്വനമേകുവാൻ ആശ്വാസദായക വരുമോ? കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? സ്നേഹിതർ പോലും നിന്നെ പിരിയുമ്പോൾ സ്നേഹിതനായി നീ വരുമോ? സ്നേഹിതർ പോലും നിന്നെ പിരിയുമ്പോൾ സ്നേഹിതനായി നീ വരുമോ? മാറാത്ത സ്നേഹിതനാണു നീ എന്നത് വിശ്വസിക്കാൻ കൃപ തരുമോ? മാറാത്ത സ്നേഹിതനാണു നീ എന്നതിൽ വിശ്വസിക്കാൻ കൃപ തരുമോ?
മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? നീറുന്ന ഹൃദയത്തിൽ സാന്ത്വനമേകുവാൻ ആശ്വാസദായക വരുമോ? നീറുന്ന ഹൃദയത്തിൽ സാന്ത്വനമേകുവാൻ ആശ്വാസദായക വരുമോ? കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? അടുത്തതായി ഒരു ബലിയർപ്പണ ഗീതവുമായി നമ്മുടെ കൊച്ചു കൂട്ടുകാരി ജസ്ക ഇവിടെ റെഡിയായി നിൽക്കുകയാണ്. ജസ്കെ, നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഹലോ ജസ്ക. ഹായ്. ജസ്ക ആദ്യമായിട്ടാണോ ഹോളി ബീറ്റ്സിൽ വരുന്നത്? അല്ല, ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. ജസ്ക ഇന്ന് ഏത് പാട്ടാണ് ഇവിടെ പാടാൻ പോകുന്നത്? ബലിയായി എൻ ഹൃദയം എന്നുള്ള പാട്ട്. ഒരു ബലിയർപ്പണ ഗീതമാണല്ലേ? അതെ. ഇതിനു മുമ്പ് എവിടെയെങ്കിലും ഈ പാട്ട് പാടിയിട്ടുണ്ടോ? ഇല്ല. ആദ്യമായിട്ടാണ് പാടുന്നത്. ടെൻഷനൊന്നും ഇല്ലല്ലോ? ഇല്ല. കോൺഫിഡന്റ് അല്ലേ? അപ്പൊ നല്ലപോലെ പാടുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ജസ്കയുടെ ഈ ബലിയർപ്പണ ഗീതം നമുക്ക് ഏവർക്കും ആസ്വദിക്കാം.
ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാനത്തെ പാട്ടായ നമ്മുടെ ഹോളി ബീറ്റ്സിൻ്റെ ഗ്രൂപ്പ് സോങ്ങുമായി നമ്മുടെ കൂട്ടുകാരിവിടെ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. സ്നേഹമാം യേശുവേ എന്ന് തുടങ്ങുന്ന ഈ ഗാനം നമുക്കെല്ലാവർക്കും കാതോർക്കാം.
അങ്ങനെ ഒരു പിടി മധുര ഗാനങ്ങൾ സമ്മാനിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡും ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഗാനങ്ങളെല്ലാം നിങ്ങൾക്ക് കേൾക്കുവാനും കാണുവാനും ആസ്വദിക്കാനുമായി നമ്മുടെ ഷാലോം ടിവിയുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അടുത്ത ആഴ്ച വീണ്ടും കണ്ടുമുട്ടുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും പ്രാർത്ഥനാനുഗ്രഹങ്ങൾ നേരുന്നു. ബൈ.